ഒന്ന് ഹോളൊക്കെ ഒന്ന് നല്ലപോലെ ഫർണിച്ചറൊക്കെ മാറ്റി എല്ലാം ഒന്ന് ഒക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിടക്കുന്ന ഫർണിച്ചറൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫർണിച്ചറിൻ്റെ അടിയിൽ ഇത്രയും പൊടികളുണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഫർണിച്ചേഴ്സ് എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള പൊടികളെല്ലാം തട്ടി തൂത്ത് കളയണം. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണും. നമ്മൾ പുറമേ തൂത്ത് മെനുക്കി എടുത്താലും ഈ അടിയിൽ ഇത്രയും പൊടികളുണ്ടാവുമെന്ന് നമ്മൾ കരുതത്തില്ല. പക്ഷേ ഇത്രയും പൊടികൾ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടി തൂക്കുകയാണ്. ടി വി സ്റ്റാൻഡിന് ബാക്കിലും നമ്മുടെ സ്റ്റാൻഡിലും എല്ലാം അത്യാവശ്യം നല്ല പൊടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിംസിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പുറമേ നിന്ന് തോന്നുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തട്ടി തൂത്താൽ തന്നെയും അതിനകത്ത് പിന്നെയും പൊടികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം ഒന്ന് തട്ടി തൂക്കുന്നുണ്ട്. ആദ്യം എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീഓർഗനൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേണ്ട ഇത്രയും പൊടിയായിരുന്നു ആ സെറ്റിൽ കിടന്ന ഭാഗത്തുണ്ടായിരുന്നത്. ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി കഴിച്ചു. ഇത്രയും ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഈ അലർജിയും കാര്യങ്ങളൊന്നും മാറാത്തത് കൊണ്ടായിരിക്കാം. ഇത്രയും പൊടികളല്ലേ നമ്മുടെ വീട്ടിൽ എവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു സാധനം ഇങ്ങനെ കൂട്ടിയിട്ടിരുന്ന ഇത്രയും പൊടികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കഴിച്ച്. ഇത്രയും പൊടി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ എന്തൊക്കെയാണോ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പൊടിയെല്ലാം തൂത്തിട്ട് നല്ലപോലെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ഓരോ പാർട്ട് തുടയ്ക്കുക, തൂക്കുക, തുടയ്ക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി തീരുന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യും. അല്ലെങ്കിൽ എല്ലാം കൂടെ മാറ്റിയും തിരിച്ചുമൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയി. അടുത്ത സെക്ഷനിലെ അവസ്ഥ എല്ലാം ഒരു കസേര ഇട്ടിട്ടുള്ളെങ്കിൽ തന്നെയും അതിൻ്റെ അടിയിൽ ഇത്രത്തോളം പൊടികളുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ സംഭവം എല്ലാവരും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ പൊടികൾ ഇങ്ങനെ കഞ്ചുമായി കിടക്കും. ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കേണ്ട അവസ്ഥയാവും. അപ്പോൾ ഇതാണ് ഇനി അടുത്ത സെക്ഷൻ. ഇതിൻ്റെ അടിയിൽ അത്ര പൊടി ഉണ്ടായിരുന്നില്ല. എന്താണ് എന്തോ അവിടെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം അവിടുത്തെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാം. ഇതുണ്ടോ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ സെറ്റിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്ത്. പിന്നെ ഈ രണ്ട് കർട്ടൻ കൂട്ടിയിടുന്നുണ്ട്. അപ്പം നമുക്കൊരു ബ്ലൈൻഡ് കണക്ക് കിട്ടുകയും ചെയ്യും, ഒരു ഭംഗിയും ഉണ്ടാവും. അങ്ങനെ ഇത് എൻ്റെ ഐഡിയല്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്തൊരു ഐഡിയയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭംഗിയും തോന്നി. ഈ ഒരു സെക്ഷനിൽ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് തിരിച്ചിട്ടു. അവിടുത്തെ ഫോട്ടോ ഫ്രെയിംസും കർട്ടനിൽ ചെറിയൊരു മാറ്റം വരുത്തി അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ചെറിയ രീതിയിൽ ഈ സൈഡിൽ നമ്മൾ ദിവാൻ കോട്ടായിരുന്നു ഇട്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സോക്കേട് എനിക്കുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്തോട്ടിടുക, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തോട്ടിടുക, അതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ നേരെ അവിടെ 2 ചെയർ ഇട്ടു. പിന്നെ കോർണർ സ്റ്റാൻഡും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫർണിച്ചർ സെറ്റപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ അതിന് ശേഷം നമ്മുടെ കൃഷ്ണകുട്ടന്മാർ, ഗണപതി എല്ലാവരെയും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സെറ്റിയിൽ കവറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരുന്നു കാണാൻ. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കിടപ്പില്ലായി പോകും ഗൈസ് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ആ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചതിന് ശേഷമുള്ളൊരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു മേക്ക് ഓവർ ഞാൻ പ്രതീക്ഷിച്ചില്ല ലൈറ്റിൽ നിന്ന്. ഡയറക്റ്റായിട്ട് കാണുമ്പോഴത്തേക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകും. അതേ കണക്കുള്ളൊരു വെട്ടമാണത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ചെയ്തപ്പോഴത്തേക്ക് കൊള്ളാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്.